ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ചാലഞ്ചിൻ്റെ 41ാമത്തെ ദിവസമാണ്. ഇനി 4 ദിവസം കൂടി അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക് എത്ര വെയിറ്റ് കുറയുന്നുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് ഒരു സാറ്റർഡേത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് ക്ലാസ് ഉണ്ടാവാറില്ല പൊതുവേ, പക്ഷെ ഇന്ന് അവർക്ക് സ്റ്റോറി ടെല്ലിങ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് രണ്ടാളും പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ ആൾക്ക് എന്തോ കാലിന് ഭയങ്കര വേദനയും ഒക്കെ ആയതുകൊണ്ട് മെനക്കെട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പോൾ മൂത്ത ആൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവനെ ഡ്രോപ്പൊക്കെ ചെയ്ത് വന്നതാണ്. ഇന്ന് സാധാരണത്തിനേക്കാളും കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. 8:45 സാധാരണ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്ന് 9 മണിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പതുക്കെ ഒക്കെ ഇറങ്ങി അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വന്നിട്ടാണ് ഇതാ ടോട്ടോക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അവനുള്ള ഫുഡും കൊടുത്ത് പിന്നെ വെള്ളവും ഒന്നും ചേഞ്ച് ആക്കി കൊടുക്കും. എന്നും അല്ല, എന്താ പറയുക, ഈ രണ്ടോ മൂന്നോ നേരം ചിലപ്പോൾ അവൻ ചില ദിവസം ഭയങ്കര വെള്ളം കൂടിയായിരിക്കും. അപ്പോൾ ചില ദിവസം വെള്ളത്തിൽ കളിയായിരിക്കും, ആ പാത്രത്തിൽ കിടന്ന് കളിക്കും. അത്രയല്ലേ അവൻ സൈസുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇതാ ആര്യൻ എണീച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ കാണാതായ പിഗ്ഗി ബാങ്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാണാതായതല്ലായിരുന്നു, ഞാൻ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് എപ്പോഴും ഇത് എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്ലീനൊക്കെ അവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്തപ്പോൾ അടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എടുത്ത് നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം അവൻ്റെ ബാക്കി കോയിൻസൊക്കെ അവൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഇതിലേക്ക് ഇടാണ്. സുജീൻ്റെ പഴയൊരു പേഴ്സ് അവന് ഇങ്ങനെ എന്താ പറയുക, പെരുന്നാക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പൈസ കൊടുക്കുമല്ലോ, അതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി സുജി കൊടുത്തതായിരുന്നു. അപ്പോൾ അതിലുള്ള കോയിൻസൊക്കെ അവൻ അതിലേക്ക് ഇട്ടു കേട്ടോ. പിന്നെ ഇതാ ഒരു 11:45 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവൻ്റെ ക്ലാസ് വിടുന്ന ടൈമായിട്ടോ. ഇന്ന് കോമ്പറ്റീഷൻ മാത്രമല്ലേ ഉള്ളൂ, ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ അവനെ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. പിക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഇതാ ആ ഒരു ടൈമിൽ തന്നെ ആര്യം അപ്പോഴത്തെ നെയ്ബേഴ്സാണ് കേട്ടോ. നെയ്ബേഴ്സായ അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ വന്ന് ഫുൾ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ റെയ്നു വേഗം ഒന്ന് പോയി കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് കളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയതാണ്. ആ ഒരു ടൈമിൽ സുജിത ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, മീറ്റിങ്ങൊക്കെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായിട്ടാണ് അവരൊക്കെ പോയതിന് ശേഷം ആണിപ്പോൾ ഇത് ഇറങ്ങണത് കേട്ടോ. അപ്പോൾ റെയ്നുവിന് ഞാൻ ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൺലി വെള്ളം മാത്രമാണ് കുടിച്ചിട്ടാണ് ഞാൻ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് ഞാൻ പുട്ടും കടലക്കറിയൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് നല്ല വിശക്കണുണ്ടായിരുന്നു. സോ അതിൻ്റെ കൂടെ ഞാനൊരു പുട്ടും കുറച്ച് കടലക്കറിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മാൻ വന്നിട്ട് 2 ഇത് തന്നു. അത് പാസ്പോർട്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തൊരു ഫാസ്റ്റായിട്ടാണ് നമുക്ക് പാസ്പോർട്ടൊക്കെ കിട്ടുന്നതല്ലേ. ഞാൻ എടുത്ത ടൈമിൽ, ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു 6 കൊല്ലമായിട്ടോ. ആ ഒരു ടൈമിൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെയാണ് കേട്ടോ എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ദിവസം തികച്ചെടുത്തില്ല, അപ്പോൾ ഇതിന് പാസ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പുതുക്കുക ആയതുകൊണ്ടാണോ ഇത്ര സ്പീഡായത് നിങ്ങൾക്കറിയില്ല, അതെന്താ അറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം ഇന്ന് ഈവനിങ് ഞങ്ങൾ പുറത്ത് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സുജി ഇന്ന് ഡൽഹിക്ക് പോവാണ് കേട്ടോ. ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് ഡൽഹിക്ക് പോകുന്നുണ്ട്. ഇന്ന് രാത്രി പോയിട്ട് നാളെ രാത്രി തന്നെ തിരിച്ചു വരും. ഫ്ലൈറ്റിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ മക്കൾ കുറേ ദിവസമായി ഞങ്ങൾ സ്ഥിരം കഴിക്കണ എന്താ പറയുക ദോശ സ്ഥലമാണ് കേട്ടോ. ദോശ പറഞ്ഞാൽ നോൺ വെജ് ദോശ കിട്ടുന്ന, അതായത് ബീഫ് ദോശ, ചിക്കൻ ദോശ, ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധാരണ രാത്രി സിനിമയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു 12 മണി 1 മണി വരെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഇവിടുന്ന് ദോശയൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാറുള്ളത് കേട്ടോ. ഇപ്പോൾ കുറേ കാലമായി സിനിമക്കൊക്കെ ഇപ്പോൾ 2-3 മാസമൊക്കെ ആയിട്ടോ സിനിമക്കൊന്നും പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ സുജിൻ്റെ പിന്നാലെ കൂടിയിട്ട് നേരമില്ലാത്ത നേരത്ത് ഞങ്ങളെ ഇത് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബീഫ് ഒനിയൻ ദോശ കഴിച്ചിട്ടുണ്ട്, ആര്യൻ ഒരു ബീഫ് ദോശ.
റെയിനു നോർമൽ ഗീ റോസ്റ്റാണ് കേട്ടോ കഴിച്ചത്. അവനിങ്ങനെ മസാല വരുന്നൊന്നും വലിയ ഇഷ്ടമല്ല. സുജി 2 വടയും കഴിച്ചു കേട്ടോ. ഇതാണ് കഴിച്ചത്. സുജിക്ക് 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 9:30 അങ്ങനെ എന്തോ ആണ് ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ തന്നെ 6:45. ഇനി വീട്ടിലെത്തി കുളിച്ച് മാറ്റി ഡ്രസ്സ് പാക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ ആയിട്ട് ഒരു 7:30-7:45 ആകുമ്പോഴത്തേന് ഇറങ്ങണം എന്നാണ് സുജിൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം ഒരു എന്താ പറയുക, ഫുൾ തകൃതിയായിരുന്നു. അതിനനുസരിച്ച് ബ്ലോക്കും ഉണ്ടാവുമല്ലോ, പെരും ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മളെന്തെങ്കിലും കാര്യത്തിന് കഷ്ടപ്പെട്ട് വേഗം ഇറങ്ങുമ്പോൾ അങ്ങനെ ബ്ലോക്ക് ആവുമല്ലോ, എല്ലാം കൂടി എന്താ പറയുക, നമുക്ക് റഷ് ആവുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, മക്കൾ ബീഫ് ദോശൻ്റെ ഒപ്പം പാനിപ്പൂരിയൊക്കെ വേണം, അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സുജിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരിക്കലാവാം പപ്പ വന്നിട്ട് പിറ്റേന്ന് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, അവർ ഓക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ അവർ സങ്കടം കണ്ടിട്ട് സുജി വാങ്ങിത്തരാം, ഇപ്പോൾ ഓർഡർ ചെയ്ത് തരാം, ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയ ഉടനെ സുജിനെ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അലമാരയിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ വേണ്ടതൊക്കെ കിട്ടിയ പിന്നെ ഞാനത് നീറ്റായിട്ട് പാക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ഇത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സുജിക്ക് അത് ചിലപ്പോൾ കംഫർട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താ ഞാൻ പിന്നെ അടിയാവും, അത് ഞാൻ പറഞ്ഞത് ഇട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ അടിക്ക് വേണ്ടി നിന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് പുറത്തേക്ക് വെച്ചോളൂ, ഞാൻ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ 2 പെട്ടിയൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോൾ വെക്കണ ആ പെട്ടി മാത്രമേ കൊണ്ടുപോകണുള്ളൂ. മറ്റേ സൂട്ട് കേസ് സുജി സ്ഥിരം കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്മേൽ കുറേ സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അത് ഈ എന്താ പറയുക, കാറിലേക്ക് ഇട്ടിട്ട് ഷടപടയെന്നുള്ള അങ്ങനെ കൊണ്ടുപോയി സ്ഥിരം കൊണ്ടുപോകുന്ന പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിലൊക്കെ അല്ലേ നീറ്റായി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയ പെട്ടി എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതാ എന്താ രണ്ട് കൂട്ടം ഡ്രസ്സ് എടുക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വേണ്ടി വന്നാൽ എന്ന് വെച്ചിട്ട് ഒരു ഡ്രസ്സ് മതി ശരിക്കും നാളത്തെ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു പെയർ ഓഫ് ഡ്രസ്സ് എടുത്തു വെച്ചു. പിന്നെ നോർമൽ രാത്രി ഇടാനുള്ള ഒരു ബോക്സറും ഒരു ടീഷർട്ടും പിന്നെ ഒരു എക്സ്ട്രാ ടീഷർട്ടും വെച്ച് കൊടുത്തു കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കർച്ചീഫ്, അണ്ടർവെയർ, സോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ ഞാൻ സ്ഥിരം കൊണ്ടുപോകുന്ന പെട്ടിയിലാണ് എന്താ പറയുക, ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും എക്സ്ട്രാ ആയിട്ട് ആ പെട്ടിയിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ചാർജേഴ്സ് ഒക്കെ അങ്ങനെ സ്ഥിരം കൊണ്ടുപോകുന്ന സാധനങ്ങളായിട്ട് ചാർജറും കാര്യങ്ങളൊക്കെ ആ പെട്ടിയിൽ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാകും, വേഗം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പാക്ക് ചെയ്യണ്ടല്ലോ. സുജിക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലെന്തൊക്കെയാണ് എടുത്തിട്ട് ആദ്യം ഞാൻ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഇപ്പോൾ ഒറ്റ ദിവസം ഇതെല്ലാം കൊണ്ടുപോകേണ്ടി വരുമോ, പിന്നെ വെയിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഫ്ലൈറ്റിനാകുമ്പോൾ വെയിറ്റ് നോക്കണമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ വരാനുണ്ട്. സുജി ബാത്റൂമിലാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നു. പിന്നെ എന്താ പറയുക, എക്സ്ട്രാ മെഡിസിനൊക്കെ ഉണ്ടാവുമല്ലോ, ഡോളോ, പിന്നെ സുജിക്ക് നല്ല അലർജി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഡിസിനൊക്കെ എടുത്തിട്ട് അതെന്തായാലും അത്യാവശ്യമാണ്, അതുകൊണ്ട് അതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടോ. ഇനി സുജിനോട് ചോദിച്ചിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ സുജി പോയതൊന്നും ഞാൻ എടുത്തില്ല, കാരണം എല്ലാം ഒരു ഷടപടേ എന്നുള്ളൊരു വേഗത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മക്കൾക്ക് പാനിപൂരി വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ സുജി പോയി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അതൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ സുജിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ അത് കുറച്ച് വാങ്ങാൻ അറിയില്ല കേട്ടോ. അത് എന്താ പറയുക, നമുക്ക് കുറേ ഉണ്ടാവും. സുജി വാങ്ങുമ്പോൾ അത് അങ്ങനെയാണ് വാങ്ങുക കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, പാനിപ്പൂരി എന്ന് പറഞ്ഞപ്പോൾ 2 ബോക്സ് പാനിപ്പൂരി, അതിൻ്റെ കൂടെ ഗുലാബ് ജാമുൻ, പിന്നെ രസഗുള, ഇതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. കുറേ ഒരു പാക്കറ്റും കൂടെ ഉണ്ട് അങ്ങനെ തന്നെ. ഞാൻ ഇച്ചിരി കാണിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ക്രീം, അങ്ങനെ എന്തോ സാധനം, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പാനിപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 2 എണ്ണം. പിന്നെ ഞാൻ അധികം മക്കളെ കഴിക്കണോടത്ത് ചുറ്റിപ്പറ്റി നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് പോയി വന്ന പാടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ ഒന്ന് കുളിച്ച് മേലെഴുകി മക്കളെയും കൂട്ടി വേഗം കിടന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളത്തെ കാര്യങ്ങളായിട്ട് നാളെ കാണാം. ബൈ ബൈ.